ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ മാസം എന്നിൽ നിന്ന് കേട്ടതായ തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഓരോ മാസം കടന്നു പോകുന്നതോറും ഒന്നിന് പിന്തുടർന്നുള്ള ശുശ്രൂഷയായതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാ ആഴ്ചയും വന്നെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് അത് കൂടുതൽ ഫലം ചെയ്യുക അല്ലെങ്കിൽ അറിയാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൽ 13, 15-ാം അധ്യായത്തിൽ 7, 16-ാം അധ്യായത്തിൽ 23 സുവിശേഷപരമായിട്ട് സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞതാണ് പ്രാർത്ഥനയെക്കുറിച്ച്. അതേ സ്ഥാനത്ത് ലേഖനത്തിൽ വന്നിട്ട് ഉപദേശപരമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതേ യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 3:22, 4:14, 15 വേദഭാഗങ്ങളിലും ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ തായിയായി ഉപദേശിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ കേട്ട കർത്താവ് നേരിട്ട് പറഞ്ഞതായ ആ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അത് അവിടെ ഉറപ്പിക്കുന്ന ആ രീതിയിലല്ലെങ്കിലും ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതും പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കേട്ടതായിട്ടുള്ള കാര്യം പെട്ടെന്ന് കിട്ടുന്ന വഴുകി കിട്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. അതിൻ്റെ സക്കറിയ പ്രവാചകൻ്റെ ഭാര്യ എലിശബത്തിൻ്റെ വിഷയവും ഹന്നയുടെ വിഷയവും നമ്മൾ കേട്ടു. അത് പെട്ടെന്ന് വളരെ വഴുകിയ പ്രാർത്ഥന കാലത്ത് കഴിച്ചെങ്കിലും വളരെ വഴുകിയാണ് ഉത്തരം കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ആദിവാസ സഭയിൽ പത്രോസിൻ്റെ വിടുതലിന് കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതൊക്കെ പെട്ടെന്ന് ആ ഉത്തരം ലഭിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയ രാജാവിൻ്റെ മരണത്തിൽ നിന്നും വിടുതൽ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് പറയാൻ പോകുന്നത് ഇതിനൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രാർത്ഥനയിൽ വ്യത്യസ്തമായ ഒരനുഭവമാണ്. പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഇനി കേട്ടാലും അതിന് മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിലേക്കാണ് ഇന്ന് നാം കടന്നു വരുന്നത്. അതുകൊണ്ട് ആമുഖമായി ആദ്യം കേട്ടത് തന്നെ ഒന്നുകൂടെ ആവർത്തനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ആദ്യം തന്നെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കാം. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റേതായ പ്രയാസവേളയിൽ തന്നെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന അതേക്കുറിച്ച് പറയുമ്പോൾ ചില വേദപണ്ഡിതാക്കൾ പറയുന്നുണ്ട് അത് അപസ്മാരത്തിൻ്റെ രോഗമാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു കണ്ണിൻ്റെ രോഗമാണെന്ന് പറയുന്നു. രോഗം ഏതായാലും ഇപ്പോൾ പൗലോസിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിവേദനയോടെ ആ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള പ്രയാസമാണ് അവിടെ കാണുന്നത്. ഇവിടെ അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പോൾ ഈ ശൂലത്തെക്കുറിച്ച് അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ മനസ്സിലാക്കേണ്ടത് വലിയൊരു ഭാരം അവിടെ അനുഭവപ്പെടുകയാണ്. അത് നീങ്ങുവാൻ തക്കവണ്ണം അപ്പോസ്തലൻ കർത്താവിനോട് യാചിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, അത്ര പ്രയാസമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ പറയുന്ന കാര്യം എന്താണ്? അത് 3 വട്ടം, 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3-ാമത്തെ പ്രാവശ്യവും ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അവിടെ അതിന് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ ഈ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ അതായത് ഈ അപേക്ഷ കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് വേറൊരു ഭാഗം കൂടി ചിന്തിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ അതും കൂടി ചിന്തിച്ചതിനോട് ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ അവിടെ അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും
ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ രണ്ട് വശങ്ങളുണ്ട്. പാപികളായി ഇരിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ തന്നെ ദൈവേഷ്ടം ചെയ്യുന്ന വ്യക്തി ഇവിടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവേഷ്ടമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണെന്ന് അത് അവിടെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ വേറെ എവിടെ അന്വേഷിച്ച് തപ്പി തടഞ്ഞു പോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നു. അപ്പോൾ നിഗളിച്ചു പോവുക ആത്മീയരിൽ വരുന്ന ഒരു വിഷയമാണ്. അത് കുറേയൊക്കെ അങ്ങ് അറിയാം, കുറേയൊക്കെ പഠിച്ച് കുറേയൊക്കെ കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഒരു നിഗളമാണ്. ആ നിഗളത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് പൗലോസ് നമ്മളെപ്പോലെ ഒന്നുമല്ല, അത് ശീഘ്രം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കഠിന പ്രയാസമുള്ളപ്പോൾ പറയുമ്പോഴുള്ള വാക്കുകൾ ശ്രദ്ധിക്കൂ. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ. ആ 3 വട്ടം അപേക്ഷിച്ചിട്ടും അവിടെ പറയുന്നത്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരികയാണ്. എൻ്റെ കൃപ ഇപ്പോൾ മതി നിനക്ക്. ഇതൊക്കെ നീ സഹിക്കേണ്ടി വന്നാലും ആ കൃപയിലൂടെ അത് ആ സകല ശക്തി നിനക്ക് വീണ്ടെടുക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾക്കൊക്കെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗം വരില്ലെന്നല്ല, രോഗം വന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ലെന്നല്ല, ആ വേദന സഹിക്കാനുള്ള ശക്തിയാണ് നമുക്ക് ആവശ്യം. ആ വേദന അനുഭവിക്കുമ്പോൾ അത് ആ സകല ശക്തി നമുക്ക് വീണ്ടെടുക്കാനുള്ള സകല ശക്തി നമുക്കുണ്ടായിരിക്കണം. ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു അനുഭവം, ഒരു പ്രാർത്ഥനാവശ്യമായിട്ട് വന്നിട്ട് അത് ദൈവം കേട്ടില്ല. ഞാനത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേൾക്കാത്ത പ്രാർത്ഥനകളുമുണ്ട്, അതിന് കാരണങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് വെളിപ്പെട്ട് വരാം, ചിലപ്പോൾ വെളിപ്പെട്ട് വരണമെന്ന് നിർബന്ധവുമില്ല. അത് കാരണം ആ ദൈവത്തിന് മാത്രം അറിയും, നമുക്കതെന്തോ വെളിപ്പെട്ട് വരുന്നില്ലെന്ന് മാത്രം. ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്ന ഒരു ഭാഗം, മത്തായിയുടെ സുവിശേഷം എടുക്കുമ്പോൾ അതിൻ്റെ 22-ാം അധ്യായം 39 മുതലുള്ള വേദഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിഞ്ഞു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ഗെത്സമനത്തോട്ടത്തിൽ വെച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. അവിടെ ആ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. അതത്ര കഠിനമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഗെത്സമനത്തോട്ടം എന്ന് പറയുന്നത് തന്നെ ആ ഒലിവത്തോട്ടമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഒരു വൃക്ഷമുണ്ട്. അവിടെ പോയിട്ട് ആ ഉദ്യാനത്തിൽ പോയിട്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് കർത്താവ് അത് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. നോക്കുക, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ചില അഭിപ്രായങ്ങൾ വരുന്നത് വേദപുസ്തകത്തിലില്ലാത്ത കാര്യം, ഇനി അതൊക്കെ ചോദിച്ച് ഇതിന് വരണ്ട. ചില അഭിപ്രായങ്ങൾ പറയുന്ന അങ്ങനെ ആ ഉദ്യാനത്തിലിരുന്ന് ആ ഒരു മരങ്ങളുടെ ചുവട്ടിലിരുന്ന് ആ 2000 വർഷത്തിലപ്പുറമുള്ള വലിയ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഏതായാലും അവിടെ ഇരുന്ന് ഈ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ക്രൂശിലേക്ക് നയിക്കാതെ, നടത്താൻ അനുവദിക്കാതെ പിശാച് അവിടെ വെച്ച് ഇതിനെ കൊല്ലുവാൻ പ്ലാൻ ഇട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ക്രൂശിലേക്ക് പോകേണ്ട ആളെ തടസ്സപ്പെടുത്തി അവിടെ വെച്ച് കൊല്ലുവാൻ ഇടയായിത്തീരാതെ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന പോലെ യഥാർത്ഥമായിട്ടും ക്രൂശിൽ അനുഭവിക്കാൻ പോകുന്ന പാപികളുടെ പാപം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യതയെക്കുറിച്ചാണ് ഇവിടെ സാധാരണ മട്ടിലും ആളുകൾ ചിന്തിക്കുകയും നമ്മളും ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ ആ ഏറ്റെടുക്കാൻ പോകുന്ന ആ സമയത്തുള്ള ആ ഭാരം, അതുപോലെയുള്ള ആ വിഷമം ഓർത്തിട്ട്, പിതാവേ,
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ അനുഭവം? ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ആ പ്രാർത്ഥന ഒരു വട്ടമല്ല, വീണ്ടും 42-ാം വാചനം അവിടെ തന്നെ പറയുന്നത്, രണ്ടാമതും പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അത് ഞാൻ അനുഭവിച്ചേ മതിയാവുമെങ്കിൽ, ആ പാനപാത്രം കുടിച്ചേ മതിയാവുമെങ്കിൽ, അത് ഒരു കാര്യമുണ്ട്, അവിടെ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഒരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കട്ടെ, നമ്മൾക്കൊരു ഇതുപോലെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ദൈവമേ അത് നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ എനിക്ക് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയില്ലല്ലോ, അന്ന് അത് ദൈവഹിതമാണ്, അത് ദൈവത്തിനങ്ങ് വിട്ടുകൊടുത്തേക്കാം, ആ ദൈവം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രവർത്തിക്കട്ടെ എന്ന് ചിന്തിപ്പാനായിട്ട് നമ്മൾ സാധാരണ മനുഷ്യർക്കത് കഴിയുന്നില്ല. പിന്നെ ഇവിടെ നോക്കൂ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന 3-ാമത്തെ വട്ടവും ആ വിഷയം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. 44-ാം വാക്യത്തിൽ വരുമ്പോൾ അവരെ വിട്ട് 3-ാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. നോക്കണേ, അപ്പോൾ 3 വട്ടം കർത്താവ് പിതാവിൻ്റെ അടുക്കൽ അപേക്ഷിക്കുകയാണ്, ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറിപ്പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നാളുകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മിക്കവാറും ആ പ്രയാസം അങ്ങോട്ട് കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദുരവസ്ഥ നമുക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഉണ്ടാകുന്ന വ്യതകൾ, പ്രയാസങ്ങൾ, അത് ഇവിടെ കർത്താവ് അറിയിക്കുകയാണ്, മറുപടി ലഭിക്കുന്നില്ല. കർത്താവ് അത് അവിടെ അപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്കും ദുഃഖങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, ഏറിയ കഷ്ടങ്ങൾ വരാം. അവിടെയൊക്കെ നമുക്ക് പാടാൻ പാട്ടുകാരൻ പാടുന്നത്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോ, കർത്താവിൻ്റെ കയ്യിൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എൻ്റെ ദാനം ചെയ്യുകയില്ല, ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ ദാനം ചെയ്യുകയില്ല. അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു, എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ആ അപേക്ഷയിൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളതാണ് പിതാവ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സാക്ഷാൽ പിതാവിനോടൊപ്പം ഇരുന്ന പുത്രനാണ് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പോലും ആ കാര്യം നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ദൗത്യം തൻ്റെ ഓമനപുത്രനെ കുറിച്ച് ഉണ്ട്. ആ വലിയൊരു ദൗത്യം നിറവേറ്റേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് മുമ്പേ പറഞ്ഞ വാക്കുകൾ മാറ്റിക്കൂടാ, ദൈവത്തിന് മുമ്പേ പറഞ്ഞ വാക്കുകളിൽ വ്യത്യാസം വരുത്തിക്കൂടാ. അതുകൊണ്ട് തന്നെയാണ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ വാക്കുമാറ്റം പാടില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ മുമ്പേ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അങ്ങ് മരിച്ചാൽ അതിനെ അങ്ങ് അത് ഭരിച്ചു എന്ന് കണക്കൂട്ടിയാൽ മതിയായിരുന്നു. പ്രിയമുള്ളവർ, ഇവിടെ പ്രാർത്ഥന കേൾക്കാത്ത 2-ാമത്തെ വിഷയമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, എല്ലാ പ്രാർത്ഥനയും കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഇത് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, വഴി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതുണ്ട്.
പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതുണ്ട്, എന്നാൽ ഉത്തരം ലഭിക്കാതെ പോകുന്നതുമുണ്ട് എന്ന് നമ്മൾ കേൾക്കുവാനിടയായിട്ട്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നു ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കേണ്ടത് നീണ്ടുപോയാൽ ക്ഷമിക്കുക. നമുക്ക് ലൂക്കോസിൻ്റെ പുസ്തകം കൊടുക്കുക. ഒരു ധനവാൻ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ലൂക്കോസ് അതിൻ്റെ 16 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ധനവാനായ ഒരു മനുഷ്യനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ്. ചിലർ പറയുന്നു അത് ഉപമയായി പറഞ്ഞതാണ് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അത് ഉള്ളതാണ് എന്ന് പറയുന്നു. ഇവിടെ ഏതായാലും കർത്താവ് ഇരിക്കുമ്പോഴുണ്ടായ ഒരു സംഭവം അല്ല എന്ന് നമുക്കറിയാലോ. അത് അതിക്ക് മുമ്പേ നടന്നുപോയ ഒരു സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ സൂചിപ്പിക്കുന്നത് സത്യം തന്നെയാണ്. കർത്താവിൻ്റെ വായിൽ നിന്ന് വാമൊഴിയായി വന്നിട്ടുള്ള ഒരു കാര്യവും സത്യവിരുദ്ധമായി കാണാനായിട്ട് ഒരു വിശ്വാസിക്ക് കഴിയരുത്. ചില പണ്ഡിതന്മാരിരുന്ന് അങ്ങനെ എങ്ങനെയെന്ന് പറയണതല്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഒരു വാചകം പോലും അത് സത്യവിരുദ്ധമാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു നുണ മാത്രമൊന്നും അല്ലല്ലോ, ആ ഒരു നുണയിൽ തന്നെ പൂർണ്ണമാണ്, നുണയനാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലേ? സത്യവാനാന്ന് പറയുന്ന കർത്താവ് ഇതൊരു നുണയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഉപമയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നെല്ലിൻ്റെയും ചെടിയുടെയും കളയും ഒക്കെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന മാറ്റർ അതല്ല എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ബാക്കിയെന്തോ ഏതായാലും ഒരു കാര്യം ഓർക്കുക, അവിടെ പറയപ്പെടുന്നത് ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് 20-ാം വാക്യം പറയാണ്, ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി എപ്പോഴാണ് കാണുന്നത്? അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ. ഞാനോ കിടക്കുന്നത് തീച്ചൂളി. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സ്ഥാനത്ത് ധനവാനായിട്ട് ഇരിക്കുകയാണെന്ന് കൂട്ടുക. ഈ ലാസർ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തിന്ന് കുടിച്ച് വീണത് തിന്നും കൊണ്ടിരിക്കുക, അങ്ങനെ അദ്ദേഹത്തുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് നീക്കം ചെയ്യാൻ എന്ത് വില വേണമെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിവിടും. നോക്കണേ, ധനവാനായിരിക്കുന്ന ഈ മനുഷ്യൻ അതൊന്നും ചെയ്തിട്ടില്ല. അവൻ ചെയ്ത വലിയ അപരാധമായിട്ട് അതിന് കാണുകയും വേണ്ട. എന്നാലും ഒരു കാര്യമുണ്ട്, ആ രക്ഷിക്കപ്പെടാത്ത മനുഷ്യനിലുള്ള ഒരു കുഴപ്പം അവിടെയാണ്. ദൈവത്തെ അറിയാത്ത മനുഷ്യനിലുള്ള കുഴപ്പം ഇവിടെയാണ്. എന്താണ് അവിടെ കാണുന്നത്? അവിടെ ആ ദരിദ്രൻ വ്രണം നിറഞ്ഞവനായിട്ടുള്ളവനാണ്. നായ്ക്കൾ വന്നതിൻ്റെ ആ വ്രണത്തേരൊക്കെ നോക്കും എന്ന് പറഞ്ഞു. അപ്പം നോക്കുക, ആ ദുരവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ഈ ധനവാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ ഇറങ്ങി വരാനും കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഇന്ന് അത്രയെങ്കിലും ഗുണം ചെയ്ത ആ ധനവാനാണ് പോയി കിടക്കണത് മനസ്സിലാക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് 10 ചില്ലിക്കാശുണ്ടെങ്കിൽ ഉള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദരിദ്രം വന്നിട്ട് അങ്ങനെ കിടന്നാൽ ആ ദരിദ്രനോട് പോടാ അവിടെ നിന്ന് പറയും. 2 വട്ടം കേട്ടില്ലെങ്കിൽ അവനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കും. ഏതെങ്കിലും തരത്തിൽ അവനെ നീക്കിയേ വിടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരുടെ പിടിച്ച് എൻ്റെ മുമ്പിൽ വന്ന് ഈ മെനക്കെട്ട് കിടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ അന്തരം നമ്മൾ മനസ്സിലാക്കുക. ആ ധനവാൻ ഇതൊന്നും ചെയ്തില്ല, ഇങ്ങനെ ആയിരുന്നില്ല. ഓരോ പ്രശ്നവും അതിനെപ്പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ അതിന് മറ്റു രീതിയിൽ ഇതൊന്നും പോയില്ല. എന്നാലോ കിടക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ഇത് ദിനംതോറും ഈ ദരിദ്രൻ ഇവിടെ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നത് കണ്ട ഈ ധനവാൻ ഒന്ന് ചെയ്യാമായിരുന്നു. വല്ല ആസ്പത്രിയിലും കൊണ്ടുവന്നിടായിരുന്നു. അല്ലെങ്കിൽ അതിപ്പോൾ അത്ര നല്ല പുണ്യമൊന്നും ചെയ്യണവരില്ലെന്ന് കൂട്ടാം, അന്നും ഇല്ലെന്ന് കൂട്ടാം. എന്നാൽ ഈ
താൽക്കാലികമായിട്ട് അവൻ്റെ ആ വിശപ്പെടുക്കാൻ ഈ വീണ നായ്ക്കളിൽ നിന്നെടുത്ത് കൊടുക്കാൻ ഇത്തിരി നല്ല കൊടുക്കാമെന്നെങ്കിലും വിചാരിക്കാറ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ അന്ന് 10 ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ തീരില്ല. എന്തായാലും ഞാൻ ആ ഭാഗം അങ്ങനെ കൊണ്ടുപോകട്ടെ. പ്രിയമുള്ളവരെ, ഈ ധനവാൻ്റെ അവസ്ഥ നമ്മൾ കാണുമ്പോൾ എന്താണ്, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, നല്ലൊരു അടക്കമൊക്കെ കിട്ടിയിട്ടുണ്ടാകാം, വലിയ രീതിയിലുള്ള ജനക്കൂട്ടം കൂടിയിട്ടുണ്ടാകാം, പണ്ഡിതമാരി ഉള്ള സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇട്ട് അടക്കിയിട്ടുണ്ടാകാം. പക്ഷേ ആൾ കിടക്കുന്നത് എവിടെയാണെന്നറിയോ? പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് കാണുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിൻ്റെ പടിയിലിരിക്കുന്ന ലാസറയാണ്. ലാസർ ഒന്നും ഇവിടെ മൗനമാണ്. പ്രിയമുള്ളവരെ, ലാസർ ഒന്നും പറയുന്നില്ല. ഇവിടെ അബ്രഹാമിനോടാണ് പിന്നെ സംസാരം മുഴുവൻ ധനവാന്റെ. ഒരുപക്ഷെ അബ്രഹാം കുലത്തിലുള്ള വ്യക്തിയായിരിക്കാം. അത് അബ്രഹാമിനോടാണ് പറയണത്. അബ്രഹാമിനെയാണ് പിതാവായി അന്ന് എല്ലാവരും കാണുന്നത്. ഇവിടെ നോക്കൂ, എന്നിട്ട് പറയാണ്, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണം. എന്തിനാ കനിവ്? ഇന്ന് കനിവില്ലാതെ അത് പോകുന്ന ഒരാൾ പിന്നെ കനിവിന് വേണ്ടി തേടുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്നില്ല, ആ കനിവ് കേൾക്കുന്നില്ല, ആ കനിവിനെ കുറിച്ച് അറിയുന്നില്ല. ഇവിടെ നോക്കുക, കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഇപ്പം തീജാലയിലാണ്, വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. സക്കറിയ പ്രവചനം എടുക്കുമ്പോൾ അവിടെ 9:11 തിരുവചനം പറയുന്ന കാര്യം നോക്കുക. അവിടെ പറയുന്നത് 11, നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കും. നിന്റെ നിയമരക്തം ഹേതുവായി അവിടെ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിടുവിക്കും. കുഴി പോയി കിടന്നിട്ടല്ല വിടുവിക്കണേ, വിടുവിക്കണേ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തെ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജനതയോടാണ് ഈ കാര്യം പറയണത്. അവർ പോകുമ്പോൾ ഒരു നിത്യനാശത്തിലേക്ക്, ഇതുപോലെ ധനവാൻ കിടക്കുന്ന ഒരു ഇടത്തിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ പോകുമ്പോഴുണ്ട്, അവിടെ പോകാതിരിക്കാനാണ് പറയുന്നത്. അത് മുൻകൂട്ടി പറയുന്നത്. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കും. അതേ വരാൻ പോകുന്ന ആ പ്രവാചകൻ ഇവിടെ വരാൻ പോകുന്ന സക്കറിയാവ് പറയുകയാണ്. അത് ഏതാ ഈ നിയമരക്തം? ഈ നിയമത്തിൻ്റെ രക്തം ഏതാണ്? 2 ഭാഗങ്ങൾ വായിക്കാനായിട്ട് അത് ആഗ്രഹിക്കുകയാണ്. അതിക്ക് മുമ്പ് സങ്കീർത്തന ഭാഗത്തുനിന്ന് ഞാൻ ഒരു ഭാഗം കൂടി വായിച്ചു കൊള്ളട്ടെ. 89 സങ്കീർത്തനം അതിൻ്റെ 48-49 തിരുവചനം പറയുന്നു. അത് ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാർ, തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനും ആരുള്ളൂ? സങ്കീർത്തനക്കാരൻ ഇവിടെ 2 ചോദ്യചിഹ്നമായി 2 ചോദ്യം ചോദിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നതിൽ മരിക്കാതിരുന്നിട്ടുള്ള മനുഷ്യനുണ്ടോ? അതേസമയം തൻ്റെ ജീവനെ അത് പാതാളത്തിൽ നിന്നും അല്ലെങ്കിൽ വിടുവിക്കുന്നവനും ആരുള്ളൂ? തൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും വിടുവിക്കുന്നവനും ആരുള്ളൂ എന്നാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. ഇതിന് ഒരു മറുപടി ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? വേറൊരു മറുപടി അതിന് പറയാനില്ല. നമുക്കറിയാം, അത് യോഹന്നാൻ 11:25 വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കുക. യോഹന്നാൻ 11:25 അവിടെ പറയുന്നു, അത് കർത്താവ് പറയുന്ന കാര്യമാണ്. അത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണുകയില്ല. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണുകയില്ല. സങ്കീർത്തനക്കാരൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പുതിയ നിയമത്തിൽ ക്രിസ്തുവാകുന്നു. യേശു ക്രിസ്തുവിൽ മാത്രമേ അത് പൂർണ്ണത പ്രാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുമ്പേ പറഞ്ഞ വാക്യത്തിലേക്ക് വരട്ടെ. സക്കറിയ പ്രവചനം 9:11 പറയാണ്, നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കും. ഇപ്പോൾ ധനവാൻ കിടക്കുന്ന
സ്റ്റേജിലേക്ക് നമുക്ക് കടന്നു വരാം. ധനവാനപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഇപ്പോൾ അയ്യം പിടിക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇപ്പോൾ ധനവാൻ പറയണത് എന്താ? അബ്രഹാം പിതാവേ, എന്നോട് കനിവ് തോന്നണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ തീജാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം അതിന് മറുപടി നൽകുന്നത് ശ്രദ്ധിക്കുക. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും, ലാസർ ആ വണ്ണം ഇവിടെ നന്മ തിന്മയെ തിരിച്ചു പറയുകയാണ്. അവിടെ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തില്ല എന്നൊന്നല്ല. ആ നല്ല കാര്യം ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. അപ്പോൾ ആ നന്മയെയും തിന്മയെയും തിരിച്ച് കാണിക്കുക. എന്നിട്ട് പറയുന്നു ലാസറോ, എന്നിട്ട് ലാസർ എന്ത് ചെയ്തു? ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അബ്രഹാം, മകനെ, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, വെള്ളമില്ലാത്ത കുഴിയിൽ അവിടെ വെള്ളമുണ്ടെങ്കിൽ നനവുണ്ടെങ്കിൽ ഈ ദാഹം ഉണ്ടാവില്ല. ഇപ്പോൾ നാവിൻ്റെ ആ തുമ്പത്തിച്ചിരി വെള്ളം കിട്ടാൻ, അതായത് ലാസറിൻ്റെ വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്നാണ് അതായത് പറയുന്നത്. ധനമായിരുന്നു അപേക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, അപേക്ഷ കേൾക്കുന്നില്ല. ഇന്ന് പലരും ഇത് പറയുമ്പോൾ അത് ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. അപേക്ഷ കേൾക്കണവുമില്ല. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അബ്രഹാം, മകനെ, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്ന ആ ഭാവം ഇങ്ങനെ വന്നേച്ച് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപേക്ഷിക്കണമുണ്ടോ? എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണം. എന്തിനാണെന്നറിയാമോ? എൻ്റെ സഹോദരന്മാർ അവിടെയുണ്ട്. അവർ ഈ അവസ്ഥയിൽ വരാതിരിക്കാൻ അപേക്ഷിക്കാൻ പറഞ്ഞത്, അല്ല അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആ അപേക്ഷ കേൾക്കുന്നില്ല. അവിടെ പറയുകയാണ്, 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞു അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാ ഉത്തരം കിട്ടിയത്. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവരുടെ വാക്ക് കേൾക്കാൻ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ പിന്നെ ലാസറെ പറഞ്ഞു വിട്ടാലും കേൾക്കാൻ പോകണം എന്ന് ചിലരൊക്കെ മരിച്ചോര് വന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പാർട്ടികളുണ്ട്. അങ്ങനെ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടികൾ. പ്രിയമുള്ളവരെ, മരിച്ചവരിൽ നിന്ന് വന്നാലും ഇനിയിപ്പോൾ ഇതിക്ക് മുമ്പ് മരിച്ചു പോയവരിൽ നിന്ന് വന്നാലും നമ്മളെപ്പോലെയുള്ളവരിലുള്ള ഈ രാജ്യത്ത് ആളുകൾ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേൾക്കൂല. കേട്ടവർ കേൾക്കണമെങ്കിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരണം. ഇവിടെ നോക്കുക, നമ്മൾ മനസ്സിലാക്കണം. സൈറസ് 15:24 പറയുന്ന, ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകും. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ആ ബുദ്ധിമാനായിരിക്കാനാണ് ഇവിടെ ആവശ്യമാണ് നമുക്കുള്ളത്. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാണ്, അത് കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകും. എനിക്കിവിടെ ബുദ്ധിയില്ല, കുറേ സമ്പത്തും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പറയുന്ന നീയോ നിൻ്റെ നിയമരക്തം ഹേതുവായി ഞാൻ എൻ്റെ വിത്തന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു സെക്രട്ടറിയോ. ഇവിടെ ആ നിയമരക്തം ഏതാണെന്ന് ഞാനതിനും ഒരു ഉത്തരം പറഞ്ഞില്ല. ആ നിയമരക്തം കാണണമെങ്കിൽ മത്തായി 26:26 വരാം. മത്തായിയുടെ സുവിശേഷം 26:27. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഇതാണ് സെക്രയാവ് അവിടെ പറഞ്ഞ നിയമത്തിൻ്റെ രക്തം. വീണ്ടും ഒരു വേദഭാഗം കൂടി വായിക്കാം. അത് ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 11:25 വേദഭാഗം പറയുന്നു, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം
അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇവിടെ എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത്, പുതിയ നിയമം കടന്നു വന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നീയോ നിന്റെ നിയമരക്തം, ആ നിയമിക്കപ്പെട്ട രക്തത്തെക്കുറിച്ച് അത് വളരെ വർഷങ്ങൾ മുമ്പ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് അത് വർണ്ണിക്കുകയാണ് അവിടെ സക്രിയാവ് ചെയ്തത്. ആ നിയമരക്തത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ രക്തത്താൽ സാധ്യമല്ലാത്തതോ ഒന്നും തന്നെയില്ല. ഇവിടെ നോക്കൂ. എന്നാൽ അത് എപ്പോഴായിരിക്കണം? അത് ആയിരിക്കേണ്ടത് പാപിയായിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആകും എന്ന് നമ്മൾ മനസ്സിലാകും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ 1:7 പറയുന്നു. അവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സാധ്യമായതൊന്നും തന്നെയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പാപികളുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ധനവാന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക. 3 വിഷയം നമ്മളിന്ന് സംസാരിക്കും. ഒന്ന്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ പ്രാർത്ഥന കേൾക്കാതെ പോയത്, അതിൻ്റെ കാരണവും അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോയത്, അതിൻ്റെ കാരണവും അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ധനവാന്റെ പ്രാർത്ഥന അപേക്ഷ കേൾക്കാതെ പോയത് എന്താ കാരണം? അവിടെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ വാക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞില്ല, അന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. മാത്രമല്ല, ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളും നമ്മൾ ഈ സമയം കൊണ്ട് പഠിച്ചു വന്നിരിക്കുകയാണ്. പ്രാർത്ഥന കിട്ടിയ കാര്യം മാത്രമല്ല, ചിലർ വിചാരിക്കുന്നത്, അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിശ്വാസികളായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ അഭയപ്പെട്ട് വന്നിരിക്കുന്ന നമ്മളുടെ പ്രാർത്ഥന കേൾക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്രകാരം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം, വിശ്വസിച്ചുകൊണ്ട് യാചിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അതിനൊരു മറുപടി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ, മറുപടി കിട്ടാത്ത അവസ്ഥകൾ ഉണ്ട്, ആ കിട്ടാത്തതിൻ്റെ കാരണങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയൊരു ഗിഫ്റ്റായിട്ട് കണ്ടാൽ മതി. എന്തോ നമ്മളിലൂടെ നിവർത്തിക്കാനിരിക്കുന്നു, ദൈവം നമ്മളിലൂടെ വലിയ കാര്യം കണ്ടിരിക്കുന്നു. അത് നിവർത്തിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുകയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവം മുമ്പാകെ പൂർണ്ണമായും വിട്ടുകൊടുക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം. ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ്, അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹിതം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാതെ ദൈവഹിതത്തിനൊത്തോളം വിട്ടുകൊടുക്കുക. ഞാൻ പറയട്ടെ, ശബദിയുടെ മക്കൾ 2 പേരെയും കൊണ്ടുവന്ന് വെച്ച് ശബദി പറഞ്ഞു കർത്താവിൻ്റെ അടുക്ക്, അത് ഒരാളെ ഇടത്തും ഒരാളെ വലത്തും നിർത്തണം എന്ന് പറഞ്ഞു. അല്ലേ? നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഒരാളെ സഭയുടെ തുടക്കത്തിൽ തന്നെ കഴുത്തും വെട്ടി ചോദിച്ച് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം അവരെ ഏറ്റെടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ശബദി ഇതൊന്നും വിചാരിച്ചല്ല പറഞ്ഞെങ്കിലും എടുക്കുമെന്ന് പറയുന്നു. എന്നാൽ അത് അങ്ങനെ സംഭവിക്കാനിടയായി യാക്കോബിനെ സംബന്ധിച്ചു. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ട് നമുക്കറിയാം അദ്ദേഹത്തിന് കിട്ടിയത് എന്തായിരുന്നു. അത് കർത്താവിൻ്റെ ആ വലിയ വേലയിലും വലിയ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മുന്നോട്ട് പോയ പൗലോസിന് അവസാനമായി കിട്ടിയത് ജയിലായിരുന്നു. ജയിലിൽ ഇട്ടു. നോക്കുക, തനിക്കാകെ ഉണ്ടായിരുന്നത് ഒരു പുതപ്പും ലിഖിതവുമായിരുന്നു. തീമോത്തിയോസിനോട് പറഞ്ഞ അവസാന ഘട്ടത്തിൽ, അതെ, നീ വരുമ്പോൾ അത് രണ്ടുമൊന്ന് എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞു, ജയിലിൽ കിടന്നുകൊണ്ട്. പ്രിയമുള്ളവർ, ഒരു കാര്യം മനസ്സിലാക്കുക. തീമോത്തിയോസ് ഈ സംഗതി ഇത് രണ്ടുമായിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ വലിയൊരു വാർത്ത കേൾക്കുകയാണ്. പൗലോസിനെ ഒന്നും അല്ലെങ്കിൽ ഛേദിക്കപ്പെട്ടു പോയി. വലിയ ഇവിടെ ഇരുന്നോട് തന്നെ ഇരുന്നു പോയി എന്നുള്ള ചരിത്രകാരന്മാരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കാം? കാരണം
തീമോത്തിയോസ് അത്രയും തക്ക തുണയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അവസാനം കിട്ടിയത് എന്തായിരുന്നു? അവിടെ മരണത്തിലേക്ക് അത് തള്ളിവിടുകയായിരുന്നു. ഈ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നമ്മളൊന്നും ചിന്തിച്ചാൽ പിടികിട്ടുന്നതല്ല. ശബദിയുടെ മക്കൾക്ക് വേണ്ടി യാചിച്ചു, പക്ഷെ അതും കിട്ടിയത് ഇങ്ങനെയാണ്, ജയിലും മരണം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ നമ്മളുടെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എല്ലാ പ്രാർത്ഥനയും അങ്ങനെ ആകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആകുമെന്നല്ല പറയണത്. അപൂർവങ്ങളിൽ അപൂർവമായ ചില പ്രാർത്ഥനകൾ ആവശ്യമാണെന്നിരിക്കെ അത് ലഭിക്കാതെ പോയാൽ നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അതിനെപ്പറ്റി എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ചിലപ്പോൾ അത് വഴി കിട്ടും, ചിലപ്പോൾ അത് പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ അത് കിട്ടാതെ പോകും. അപ്പോൾ ഇങ്ങനെ ഈ 3 വിധത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് കിട്ടൂല എന്ന് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ദൃഢനിശ്ചയം പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അത് ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തേക്കും. ദൈവത്തിൻ്റെ ഹിതാതായാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ എന്നങ്ങ് കർത്താവ് പറഞ്ഞവരെ പറഞ്ഞേരെ, ഒരു കുഴപ്പമില്ല. കർത്താവ് നമുക്ക് എല്ലാത്തിനും മാതൃകയാണല്ലോ. ഒരു നല്ലൊരു മാതൃക വെച്ചേച്ച് പോയേക്കാണല്ലോ. അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ നല്ലൊരു മാതൃക വെച്ചേച്ച് പോയി എന്ന് പത്രോസ് പറയുന്നു. ആ മാതൃകയിലാണ് നമ്മളെങ്കിൽ അത് കർത്താവിൽ നിന്നിട്ടാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് ചിലപ്പോൾ അന്നേരം നടന്നില്ലെങ്കിൽ പിന്നീടായാലും നടക്കുമെന്ന് വിശ്വസിക്കുക. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.